ഇല്ല, ലേക്ക് അടിച്ചണം കേട്ടോ നിബിനെ. ആയി കമൻറ്റ് താങ്ക് യു. നല്ല ആ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് കരുതിയാൽ നേടുക തന്നെ വേണം. അത് ചിലപ്പോൾ കുറേ കാലം കഷ്ടപ്പെടേണ്ടി വരും, എന്നാലായിരിക്കും കിട്ടുക. സാരല്ല, നമ്മൾ സബർ എന്നില്ല, ക്ഷമയോടെ കാത്തിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാനെല്ലാം ക്ഷമയോടെ കാത്തിരുന്നുള്ളൂ. പഠിച്ചെല്ലാം എനിക്ക് ഇതുവരെ എല്ലാം റാഹത്താക്കി തന്നിട്ട് കേട്ടോ. എല്ലാം എൻ്റെ മുറാദുകൾ, എൻ്റെ ഉദ്ദേശങ്ങൾ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ജോലിയായിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ. എനിക്ക് നേരമില്ല, 8 മണിയാകുമ്പോഴത്തേന് എല്ലാ പണിയും വരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ലൈവ് ഇടായിരിക്കണം. എന്തിനാ? നമ്മളൊരു ആവശ്യമാണിത്. ആ ആവശ്യം നമ്മൾ നേടുക വേണം. ചില ആൾക്കാർക്കൊന്നും നമ്മൾ ചെയ്യുമ്പോൾ അത് ഇഷ്ടം ഉണ്ടാവില്ല, അവൾ അങ്ങനെയുള്ളൂ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആരും ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ കാര്യത്തിന് മാത്രമാണ് നിൽക്കുന്നത്. അപ്പം അതിന് ഇഷ്ടമല്ലവർ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കമൻറ്റൊക്കെ അടിച്ച് കണ്ടിട്ടോ. നമുക്ക് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും കുറേ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുമുണ്ട്. എന്നൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും മുന്നിൽ കണ്ട് ചെയ്യുന്നേ വേണം. അതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് എല്ലാവരെയും പോലെ കടന്നുറങ്ങാൻ, എല്ലാവരെയും പോലെ ഫ്രീ ആയിട്ട് പണിയെടുക്കാൻ, ഇതിനൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളൊരു വർക്ക്, അത് മാത്രമാണ്, അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളെ പഠിച്ചുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ ഉമ്മക്ക് 2 മക്കളാണ്, ഞാനും എൻ്റെ അരിയും. ഞാനാ മൂത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര റിസ്ക് ഇല്ല എന്നാൽ ഇപ്പം എൻ്റെ ഉമ്മക്ക് വീട് വെക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ മനസ്സിലൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നത്, വേറെ ഒന്നിനല്ല. നമുക്ക് കിട്ടുന്നത് തികയുന്നില്ല എന്നറിയില്ല, അതുതന്നെയാണ്, കിട്ടുന്നത് തികയുന്നില്ല. ആദ്യം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തതിന് ഫസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്തത് എത്ര പൈസക്കാണെന്നറിയാമോ മക്കളെ? സ്റ്റാർട്ടിങ്ങിൽ 750 ഉറുപ്പ്യക്കാണ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തത്. 750 ഉറുപ്പ്യക്ക്. ആൾക്കാരൊക്കെ പറയാൻ അതുള്ളൂ, പക്ഷെ ആ 750-ന് ഇന്നത്തേക്കാളും വാല്യൂ ഉണ്ടായിരുന്നു അന്ന്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമുക്ക് അങ്ങനെ ജോലി കിട്ടിയത്. ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഈ പഠിച്ചതെന്ന് വെക്കേഷൻ ടൈമാണ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വരുമോ? എക്സലും പവർ പോയിൻറ്റും വേർഡും മതി, അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അവക്കിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് പോയിട്ട് അതിനാണ് എനിക്ക് കിട്ടിയത് 750 ഉറുപ്പ്യ ഒരു മാസം. ആ 750 ഉറുപ്പ്യൻ്റെ എന്തെല്ലാം കഴിഞ്ഞു പോയി എന്ന് പറയാം എൻ്റെ കാര്യങ്ങൾ. അപ്പം അതാ പറഞ്ഞ, ഉള്ളത് കുറച്ചാണെങ്കിലും അതിൽ പഠിച്ച തമ്പുരാൻ, അതായത് ദൈവം ബർക്കത്ത് തരും. ആയി കനി ഗുഡ് മോർണിംഗ്, ലൈക്ക് അടിച്ചില്ലേ? ഇപ്പോൾ ഇത്ര നേരത്തെ കിട്ടില്ലടാ. അപ്പോൾ പൊലിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല എന്നാൽ 10 മിനിറ്റ് ഓളം ഉറക്കാൻ പോയി. അപ്പച്ചിനി ഉറങ്ങി. അവൻ കഴിഞ്ഞ് നീച്ച് നിസ്കരിച്ച് അതിൻ്റെ ലൈവ് ഇടാതെ നമ്മുടെ ജോലിയാണല്ലോ, രാവിലെ ഒന്നും ചെയ്യുന്ന ജോലി, അതൊന്നും ചെയ്യാൻ എന്തിനാ അപ്പോൾ ലേറ്റാക്കി കളയുന്നു. കുറച്ചധികം സമയങ്ങളോടെ ഇരുന്ന് സംസാരിക്കാലോ എന്ന് കരുതിയിട്ടോ. അത് കരുതിയിട്ട് അങ്ങ് പോകുന്നത്, നേരത്തെ വണ്ടി കയറി പോകുന്നതാണ്. അപ്പം ഞാൻ സ്ഥലം മാറിയൊന്നും ഇരുന്നത്, കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ മഹേഷ് എന്നിട്ട് നല്ല ക്ലിയർ ഉണ്ട്, കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ റൂമിൽ ഫാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ച് കേൾക്കുന്നുണ്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് നെറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നോമ്പിലാണോ? നോമ്പുണ്ട് കേട്ടോ. ഇതാരാ? പ്രാങ്ങാലി വീട്ടില് ഫുള്ള് ഓണല്ലേ? ഫുള്ള് ഓണാടാ. ഫുള്ള് ഓണായാലോ ഇത്താൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഇതൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്, അതെല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്ത ഫുള്ള് ഓണാവും തന്നെ വേണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഒരു നിറവേറ്റി കൊടുക്കാൻ. അതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര നല്ല ആക്റ്റീവ് ആവണം കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത്. ഒന്ന് ലൈക്ക് അടിച്ചണേ ഗേസ് എല്ലാവരും.